ശരി, ശേഷിക്കുന്നത് 5-6 മിനിറ്റ് മാത്രമേ ഉള്ളൂ. വസന്ത് തെങ്ങുംപള്ളിയിലേക്ക് പോവാം അല്ലേ? വസന്ത്, ഇനി അടുത്ത പരിപാടി എന്താണ്? ഇപ്പോൾ രാഹുലുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വസന്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നോക്കൂ, നേതൃത്വത്തിലൊരു അഴിച്ചുപണി ഇല്ലാതെ, മാത്രമല്ല നിങ്ങളുടെ സംഘടനാ സംവിധാനം, ബീഹാറിലെ സംഘടനാ സംവിധാനത്തിൽ ഏകോപനമില്ലായ്മയുണ്ടായത് അത് ഇവിടുന്ന് പോയ മാധ്യമപ്രവർത്തകർ പോലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജനൻ ടി വിയിലുള്ള മാധ്യമപ്രവർത്തകരല്ല, മറ്റ് ചാനലുകളിൽ ഉള്ളവരാണ് പറഞ്ഞത്, നിങ്ങളെ അനുകൂലിക്കുന്നവരാണ് തുറന്നു പറഞ്ഞത്. അവിടെ ഏകോപനമില്ലായ്മ വളരെ പ്രകടമായി, അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് പ്രകടമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ കോൺഗ്രസ് നാമാവശേഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കില്ലേ? അല്ല, അത്തരത്തിലൊരു ഭയം അങ്ങേക്ക് വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, സീറ്റ് എണ്ണത്തിൽ കുറവുണ്ടാവാം, അത് BJPക്ക് മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ വോട്ട് പെർസെന്റേജിൽ ഇപ്പോഴും കോൺഗ്രസ് ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നാളുകളിൽ ഇവിടുത്തെ വോട്ട് പെർസെന്റേജ് പരിശോധിക്കുമ്പോൾ അങ്ങേക്ക് മനസ്സിലാവും. ഞങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി എന്തെങ്കിലും സംഘടനാ ദൗർബല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്, അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. എൻ്റെ ഒരു സംശയമൊന്നുമില്ല, അത് ചെയ്യുകയും ചെയ്യും. പിന്നെ എനിക്കറിയില്ല ഏത് മാധ്യമപ്രവർത്തകരാണ് അങ്ങനെ പറഞ്ഞതെന്ന്. കാരണം ഈ നമ്മുടെ തേജസ്വി യാദവിന്റെ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ പോലും PCC സെക്രട്ടറിമാർക്കും ACC ഒബ്സർവർമാർക്കും ചുമതല കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സുശക്തമായൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവിടെ നടത്താൻ വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരുന്നു. നോക്കൂ, ഇപ്പോ നേരത്തെ എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ശിവശങ്കരനും അങ്ങും ഗൗതവും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുത്തെ ലേഡി വോട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായി, യാഥാർത്ഥ്യമാണ്. അവിടുത്തെ സ്ത്രീജനങ്ങളുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് ഗ്രാമീണ സ്ത്രീകളുടെ വോട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് വന്നതിനെയാണ് ഞാൻ പറഞ്ഞത്, ഒരു മിനിമം ലെവൽ പ്ലേയിങ് ഫീൽഡിനെ എടുത്തു കളഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം 10,000 രൂപ വീതം പെനിട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ, ബീഹാറിലെ ഇന്നത്തെയും പ്രതിശീർഷ വരുമാനം സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികൾ പറഞ്ഞത് ശരിയാണെങ്കിൽ 11,000 രൂപയാണ്. ഒരു വർഷം കൊണ്ട് അവർ നേടിയെടുക്കുന്ന പൈസയുടെ ഏതാണ്ട് 3/4 പണം ഒരു രാത്രി കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് പെനിട്രേറ്റ് ചെയ്താൽ അത് വോട്ടിനെ സ്വാധീനിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ആ സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അത് നിയമപരമല്ലേ എന്ന് ചോദിച്ചാൽ നിയമപരമാണ്, പക്ഷെ അത് നീതിപരമാണോ? ഒരു തെരഞ്ഞെടുപ്പിൽ അത് നീതിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ മറ്റൊരു ചോദ്യം നിങ്ങളും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും ഇലക്ഷനിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. പക്ഷേ പണം കൃത്യമായി പെനിട്രേറ്റ് ചെയ്യുന്നത്, ഗവൺമെന്റ് മെഷീനറിയിലൂടെ പെനിട്രേറ്റ് ചെയ്യുന്നത് സമീപകാല തെരഞ്ഞെടുപ്പിൽ ഉറപ്പും നമ്മൾ കണ്ടില്ല. പക്ഷേ ഈ തവണ അത് കണ്ടു. എത്താത്തവർക്ക് വേണ്ടി സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അവിടെ പണം ഈ പറയുന്ന ഗ്രാമീണ സ്ത്രീകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിലേക്ക് പണം എത്തുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഇലക്ഷൻ കറപ്ഷനായി അത് മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു കാര്യത്തിന് കൂടി 10 സെക്കൻഡ് ഉത്തരം പറയാം. ഗൗതം നേരത്തെ അത് LDF പ്രതിനിധിയോടാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ UP യിൽ ഞങ്ങളുടെ സീറ്റുകൾ കുറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, ഗൗതം, UP യിൽ എന്തുകൊണ്ടാണ് സീറ്റ് കുറഞ്ഞതെന്ന് കൃത്യമായി RSSന് അറിയാം, BJPക്കും അറിയാം, ശ്രീ അനിൽ നമ്പ്യാർക്കും അറിയാം. അങ്ങൊന്ന് പഠിച്ചാൽ മതി. കാരണം അങ്ങനെയല്ല, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ VVPAറ്റും ഈ പറയുന്ന SIR ഒക്കെ തിരിമറി നടത്തിയാണ് BJP ജയിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് BJPയുടെ വലിയ സ്വാധീന കേന്ദ്രത്തിൽ അവിടെ BJPക്ക് സീറ്റ് കുറയുന്നു. ഇത് തമ്മിൽ ആളുകൾക്ക് ഇതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. അതായത് BJP ഇപ്പൊ കർണാടക BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്, ദക്ഷിണ ഭാരതത്തിലെ തന്നെ BJPക്ക് അധികാരമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJP ദയനീയമായിട്ടാണ് തോറ്റത്. അപ്പൊ നിങ്ങൾ ഈ VVPAറ്റിനെ കുറ്റം പറയുന്നില്ല. അപ്പൊ അവിടെ സുതാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയും. ഇതിന്റെ ലോജിക്ക് സാധാരണക്കാരൻ ചോദ്യം ചെയ്യുകയാണ്, ഞങ്ങളല്ല ചോദ്യം ചെയ്യുന്നത്. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നു ഈ ലോജിക്കിനെ. ഗൗതം ഗംഭീർ അല്ലല്ലോ, ബോൾ വരുന്നതിന് മുമ്പ് ബാറ്റ് ചെയ്യാതെ. ഞാൻ പറയട്ടെ, താങ്കൾ പറയൂ. അങ്ങ് കേൾക്കൂ. അതായത് ഞാൻ പറഞ്ഞത്, ഉത്തർപ്രദേശിലടക്കം അവിടുത്തെ RSSന്റെ സംഘടനാ മെഷീനറി ഈ തവണ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. 75 വയസ്സ് കഴിഞ്ഞിട്ടും നരേന്ദ്രമോദി അധികാരത്തിൽ തുടരുന്നതിന്റെ അകത്ത് RSSന്റെ നിലപാടെന്താണ് എന്നത് മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇലക്ഷന്റെ തലേ ദിവസം RSS ചീഫിന് എല്ലാവർക്കും പെൻഷൻ സഹായമുണ്ട് എന്ന് പറയേണ്ടി വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ പ്രചാരകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്കൾ എന്തൊക്കെയാണ് പറയുന്നത്? ഓക്കെ, അത് RSS ചീഫിനെക്കാളും വലിയ ആളല്ലല്ലോ. സംഘസംവിധാനത്തിൽ RSS ചീഫിനെക്കാളും വലിയ ആളല്ലല്ലോ പ്രധാനമന്ത്രി, അല്ലല്ലോ. ഈ വസന്ത് പറയുന്നതിൽ 2 തെറ്റുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ബീഹാർ 69,000, 11,000 അല്ല. അത് പല
ഡീറ്റെയിലും ഉണ്ട്. ഒന്ന്, രണ്ട്, ഇങ്ങനെയാണെങ്കിൽ RSS വോട്ട് ചെയ്തില്ലെങ്കിലും UP-യിൽ നമ്മുടെ വോട്ടിംഗ് മെഷീൻ, നിങ്ങൾ പറഞ്ഞ പോലത്തെ വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ ആ പ്രശ്നമില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് കയറ്റാമല്ലോ. ഈ കുറച്ച് സാധനം ഞങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരാൻ ഇങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും വെച്ചാൽ രക്ഷപ്പെട്ടേനെ. ഞാനൊക്കെ കാല് പിടിച്ച് ചോദിച്ചായിരുന്നു. ഇതൊന്നും ഇല്ല വസന്ത്, ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കലാണ്, ഇതൊന്നും അംഗീകരിക്കരുത്. ഇതൊക്കെ വെറും തെറ്റായ ഒരു ധാരണയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ താങ്കളെപ്പോലൊരു ചെറുപ്പക്കാരൻ. ജലീൽ പുനലൂരിലേക്ക് പോകാൻ സമയമില്ല. ശ്രീ ജലീൽ പുനലൂർ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? 1 മിനിറ്റ് വളരെ പെട്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് BJPക്ക് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ചത് ഇല്ലാത്ത ശക്തി പെരുപ്പിച്ച് കാട്ടി അനാവശ്യമായ വിലപേശൽ നടത്തി ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തിയ മതനിരപേക്ഷ സമൂഹത്തിന്റെ പ്രതീക്ഷകളെ തകർത്ത കോൺഗ്രസ് തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇടതുപക്ഷം എക്കാലവും ഉയർത്തിക്കാട്ടും. പഴയ ക്യാപ്സ്യൂളുകൾ തന്നെയാണ് ഇപ്പോഴും എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവുമില്ല. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നാണ് ജലീൽ പുനലൂരിനെ പോലെ ഇടതുപക്ഷത്തെ സഹയാത്രികർ, ഇടതുപക്ഷത്തെ അനുഭാവികൾ ഇപ്പോഴും ആ ഒരു പാതയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ?